ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടിക്കാനല്ല, ജൂതന്മാർക്കെതിരായ നിലപാടാണെന്ന് പറയാൻ. ടാറ്റ ജൂതന്മാർക്ക് സഹായം ചെയ്യുന്നു, ഇസ്രായേലിന് സഹായം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ജൂതന്മാരെ തോൽപ്പിക്കാൻ ഇതാണ് വഴി? അല്ല, ഏറ്റവും എളുപ്പം ജൂതന്മാരെ തോൽപ്പിക്കാനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ സുഡാപ്പികൾ നടപ്പാക്കിയാൽ മതി. വളരെ സിമ്പിളായ കാര്യം തൊട്ട് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുന്നത്. ആദ്യം പറയും ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഞാൻ അതൊന്നുമല്ല പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ പലതരത്തിൽ നമുക്ക് പരുക്കുകൾ പറ്റും അല്ലേ? ചിലപ്പോൾ കൈമുറിയും. കൈമുറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാൻഡേജ് ഒട്ടിക്കും. ഈ വലിയ അപകടങ്ങൾ പറ്റിയാലും ബാൻഡേജ് ഇടും. അപ്പോൾ ബാൻഡേജ് ഇടരുത്, ഇടാൻ സമ്മതിക്കരുത്. എമർജൻസി ബാൻഡേജ് എന്ന് പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ജൂതം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ പിന്നെ ജൂതം കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയല്ല സാർ. ഒരു കണ്ടുപിടുത്തം ഒരാൾ നടത്തിയാൽ അതിന് പേറ്റൻ്റ് എടുക്കും അല്ലേ? അതെ. പേറ്റൻ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെവിടെ ആ സാധനം ഉപയോഗിച്ചാലും പേറ്റൻ്റ് ഹോൾഡർക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുഖക്കുരുവിന് ഒരു ബാൻഡേജ് ഒട്ടിച്ചാൽ പോലും ജൂതന് കാശ് പോകുന്നുണ്ട്. ഇനി മേലിൽ ബാൻഡേജ് ഉപയോഗിക്കരുത്, ജൂതൻ തോറ്റും. അങ്ങനെ ജൂതൻ ചെയ്യിക്കണ്ട. അപ്പോൾ ബാൻഡേജ് എന്ന് പറയുന്ന സാധനം മുറിവുകൾ, ചെറിയ കൈമുറിഞ്ഞുള്ള മുറിവാണേലും ശസ്ത്രക്രിയയാണെങ്കിലും എന്താണേലും ബാൻഡേജ് എന്നുള്ള പരിപാടി ഉപേക്ഷിക്കുക. ജൂതനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാൻഡേജ് ഉപയോഗിക്കാത്തൊരു മനുഷ്യരുമില്ല. അപ്പോൾ അത് ഒരു നല്ല വഴിയാണ് അല്ലേ? അതെ, കുറിച്ച് വെക്കണേ. ഇനിയുണ്ട് ക്യാൻസർ. ഇല്ലാതെ ക്യാൻസർ കൂടുന്നുണ്ട്. ക്യാൻസർ ഇങ്ങനെ കൂടി വരുന്നു. ക്യാൻസർ ആർക്കും വരാതിരിക്കട്ടെ. കോശങ്ങളുടെ അമിതമായ വളർച്ചയ്ക്കാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് KFC ചിക്കൻ തിന്നരുതെന്ന് പറയുന്നത്. കാരണം ഒരു കോഴി വളർന്ന് വലുതാവാൻ ഒരു നിശ്ചിത സമയമുണ്ട്, 10-30 ദിവസമൊക്കെ വേണം. പക്ഷേ കെൻഡക്കി ഫ്രൈഡ് ചിക്കന് വേണ്ടി ഉണ്ടാക്കുന്ന കോഴിയൊക്കെ ഷോർട്ട് ടൈമിൽ, ഒരാഴ്ച 10 ദിവസം 3 ദിവസം കൊണ്ട് കോഴി വലുതാവും. എന്ന് വെച്ചാൽ കോശങ്ങൾ കൃത്രിമമായി വലുതാക്കിയിട്ടാണ് ഈ കോഴിയെ വലുതാക്കുന്നത്. കോശങ്ങൾ ഇങ്ങനെ കൃത്രിമമായി വലുതാവുന്നതിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ KFC എന്ന് പറഞ്ഞാൽ ക്യാൻസർ തിന്നുകയാണ് എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ അതിൻ്റെ ആധികാരികതയിലേക്ക് പോകുന്നില്ല. ഇറ്റ്സ് എ ഫാക്ട്. നമ്മുടെ വിഷയം അതല്ല. ക്യാൻസർ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയുടെ പേര് സ്നിഫോൺ ടെസ്റ്റാണ്. ഏറ്റവും ആധുനികമായ ടെസ്റ്റാണ്. ജൂതം കണ്ടുപിടിച്ച, ഇസ്രായേൽ കണ്ടുപിടിച്ച. അപ്പോൾ എവിടെങ്കിലും ചെന്നിട്ട് ഡോക്ടർ പറയുകയാണ് ഇത് ക്യാൻസർ ആണെന്നൊരു സംശയമുണ്ട്, നമുക്കൊരു ടെസ്റ്റിങ് നടത്തിയാലോ, സ്നിഫോൺ ടെസ്റ്റിങ് നടത്തിയാലോ അറിയാം. പറ്റത്തില്ല. ജൂതന് കാശ് കിട്ടും, ഇസ്രായേലിന് കാശ് കിട്ടും, ചെയ്യാൻ പാടില്ല എന്ന് പറയണം. രണ്ടാമത്തെ മാർഗം. ഇനി നിർഭാഗ്യകരമായി നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഈ വൈകല്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ബെറ്റർ സസ്പെൻഷനുള്ള ഇത്തിരി സൗകര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വീൽ ചെയറൊക്കെ കൊടുക്കും. കുറച്ചുകൂടെ സൗകര്യമുള്ളവരാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ഏറ്റവും ആധുനികമായ സസ്പെൻഷനുള്ള കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്ന വീൽ ചെയറുകൾ ഇപ്പോൾ വളരെ വ്യാപകമാണ്. നമ്മൾ ഈ കുട്ടികളെ തള്ളിക്കൊണ്ടു പോകുന്നത് പോലും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിന് സോഫ്റ്റ് വീൽ ചെയറുകൾ ലോകത്ത് ഏറ്റവും പോപ്പുലറാണ്. അതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ തല്ലിപ്പൊട്ടിച്ച് കളയണം. അങ്ങനെ ജൂതനെ സഹായിക്കണ്ട. എൻ്റെ കൊച്ച് നന്നായിട്ടിരുന്നില്ലെങ്കിലും വേണ്ട, ജൂതൻ രക്ഷപ്പെടാൻ പാടില്ല. ഇനി ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യം പറയാം. ഈ ക്യാൻസർ ഇപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ചികിത്സ ഉണ്ടായിരുന്നു. റേഡിയേഷൻ നടത്തുമ്പോൾ എന്നറിയാമോ? ആ ക്യാൻസർ കോശങ്ങൾ നശിക്കും, അതിന് ചുറ്റുമുള്ള നല്ല കോശങ്ങൾ നശിക്കും. അതായത് റേഡിയേഷൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അതായിരുന്നു. അതിപ്പം മാറ്റി അതിന് ഡോക്സിൽ ചികിത്സ എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി ഉണ്ട്. ഡോക്സിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉള്ള കോശങ്ങൾ മാത്രം കരിച്ചു കളയും. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ആധുനികമായ ആശുപത്രിയിൽ ഏതെങ്കിലും നിർഭാഗ്യവാനായ മനുഷ്യന് ക്യാൻസർ വന്ന് അവിടെ ചെല്ലുകയാണെങ്കിൽ അയാൾ ജൂതവിരോധിയും ഇസ്രായേൽ വിരോധിയുമാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഡോക്സിൽ ചികിത്സ നടത്തരുത് എന്ന് ഡോക്ടറോട് പറയണം. കാരണം ആ ഓരോ തവണ ഡോക്സിൽ ചികിത്സ നടത്തുമ്പോഴും അതിൻ്റെ ഒരു വിഹിതം ഇസ്രായേലിന് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലും, ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ആ കാശുകൊണ്ടാണ്. അതെ, ഇസ്രായേൽ അതുകൊണ്ടാണ് ആയുധം നിർമ്മിക്കുന്നു, ആയുധം വാങ്ങുന്നു, യുദ്ധം ചെയ്യുന്നു, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഡോക്സിൽ ചികിത്സ, ക്യാൻസർ വന്ന് ഞാൻ പണ്ടാറടങ്ങി ചത്തുപോയാലും ശരി ഡോക്സിൽ ചികിത്സ വേണ്ട എന്ന് പറയണം. ഇനി പാർക്കിൻസൺസ് രോഗമുണ്ടല്ലോ, പലർക്കും ഉണ്ട്. ജാതിയും മതവും ഒന്നും നോക്കാതെ ആർക്ക് വേണമെങ്കിലും വരാമെന്ന്. അതിന് ചികിത്സിക്കുന്ന ന്യൂറോഡനം എന്ന് പറയുന്ന മരുന്ന് ഇസ്രായേൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അയാൾ തട്ടിപ്പോയാൽ ഈ മരുന്ന് കൊടുക്കരുത്. കാരണം ജൂതന് കാശ് കിട്ടും. ഇനി എക്സ്റേ ഈ നേരത്തെ പ്ലാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ എക്സ്റേ എടുക്കാത്ത മനുഷ്യരില്ല. പണ്ടൊക്കെ എക്സ്റേ എന്ന് പറഞ്ഞാൽ ഫിലിമൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഇപ്പോൾ പല ആശുപത്രിയിലും ഡിജിറ്റൽ എക്സ്റേ ആണല്ലേ. നമ്മൾ എക്സ്റേ എടുത്താൽ അപ്പം തന്നെ സ്ക്രീനിൽ കാണാം. ഡോക്ടർക്ക് ഈ ഫിലിം ഒന്നും കൊണ്ടു നടക്കണ്ട. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് പേപ്പറിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടും തരും. അപ്പോൾ ഡിജിറ്റൽ എക്സ്റേ എന്ന് പറഞ്ഞാൽ നാനോ എക്സ്റേ ആണ്.
ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇവിടെ സാധാരണ എക്സ്റേ ആണോ നാനോ എക്സ്റേ ആണോ എന്ന് ചോദിക്കണം. ഡിജിറ്റൽ എക്സ്റേ ആണ് എനിക്ക് വേണ്ടത്, എനിക്ക് പണ്ടത്തെ ഫിലിമുള്ള എക്സ്റേ മാത്രം മതി. കാരണം മറ്റേ എക്സ്റേ എടുത്താൽ ജൂതന് കാശ് കിട്ടും, ജൂതം കണ്ടുപിടിച്ചതാ. അപ്പോൾ അത് വേണ്ട നോക്കണം. പിന്നെ ഇപ്പം മഴക്കാലം കൂടിയാണ്, നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലേ. വെള്ളത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പകരുന്നത്. ഇപ്പം മിക്കവാറും വീടുകളിലൊക്കെ വാട്ടർ പ്യൂരിഫയർ ഉണ്ടല്ലോ. അതെ, ശുദ്ധമായ ജലം കുടിക്കാൻ വേണ്ടിയിട്ട് രോഗങ്ങൾ ഒഴിവാക്കാൻ വാട്ടർ പ്യൂരിഫയർ ഹോട്ടലുകളിൽ പോലും പ്യൂരിഫൈഡ് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയയുടെ നേരെ തിരിച്ചുള്ള പ്രക്രിയ നടത്തിയിട്ടാണ് ജലം ശുദ്ധീകരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ജൂതനാണ്. നിങ്ങൾ ഓരോ വാട്ടർ പ്യൂരിഫയർ മേടിക്കുമ്പോഴും അതിൻ്റെ കാർട്രിഡ്ജ് മാറ്റുമ്പോഴും, വാട്ടർ പ്യൂരിഫയർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമല്ല ജൂതന് കാശ് കിട്ടുന്നത്, പിന്നെ അതിൻ്റെ കാർട്രിഡ്ജുകൾ മാറ്റണം. 3 മാസം 4 മാസം കൂടുമ്പോഴത്തേക്ക് മാറ്റി വെക്കണം. അത് മേടിക്കുമ്പോഴും ഇസ്രയേലിന് കാശ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ബോംബുണ്ടാക്കും, വെടിയുണ്ടുണ്ടാക്കും, ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലും. വാങ്ങരുത്. വാട്ടർ പ്യൂരിഫയർ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ട ഉടനെ ഒരു ചുറ്റി എടുത്ത് അടിച്ചു പൊട്ടിക്കുക. ഇനി അത് വലിയ പ്രശ്നമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വരികയാണല്ലേ. അതെ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന സ്റ്റോറി ഡോട്ട് നാനോ ടെക്നോളജി വഴിയാണ് ഈ ബാറ്ററി ചാർജ് ചെയ്തത്. ബാറ്ററി ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് ജൂതൻ്റെ സംഭാവനയാണ്. സ്റ്റോറി ഡോട്ട് നാനോ ടെക്നോളജി ജൂതൻ കണ്ടുപിടിച്ചതായതുകൊണ്ട് എവിടെ ഇലക്ട്രിക് വണ്ടി കണ്ടാലും നിങ്ങൾ ഒരു കന്നാസ് പെട്രോളുമായിട്ട് പോവുക, കത്തിക്കുക. അപ്പോൾ ജൂതൻ പാഠം പഠിക്കും. ജൂതൻ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനേ പാടില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം അത് ഉപേക്ഷിക്കണം. ഇനിയിപ്പോൾ കാറിൻ്റെ കാര്യം പറയുമ്പോൾ കാറിലിപ്പോൾ ഈ ഇമ്മൊബിലൈസർ ഉണ്ട് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ സെൻട്രൽ ലോക്കിംഗ്, ഒരു ബട്ടൺ അമർത്തിയാൽ എല്ലാ വിൻഡോയും തുറക്കുക അടയ്ക്കുകയും ചെയ്യാം. ഇത് ഇസ്രയേലിലെ അർഗസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിച്ചതാണ്. നിങ്ങൾ ഓരോ വണ്ടിയുടെ ഇലക്ട്രിക് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോഴും അർഗസ് സെക്യൂരിറ്റിക്ക് കാശ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറോ ചുറ്റിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ വണ്ടിയുടെ സെൻട്രൽ ലോക്കിംഗ് സംവിധാനം അടിച്ചു പൊട്ടിക്കണം. ജൂതനങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ ഈ ആരോഗ്യരംഗത്തേക്ക് വീണ്ടും പോവുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും കുറച്ചെണ്ണോ ഞാൻ പറയുന്നുള്ളൂ. ജൂതൻ കണ്ടുപിടിപ്പിക്കാത്ത ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ സിംഹഭാഗ സാധനങ്ങളും ജൂതൻ്റെ കണ്ടുപിടുത്തമാണ്. വയറിലൊക്കെ ഉദര രോഗങ്ങളൊക്കെ ഉണ്ടാവും. വയറ്റിൽ എന്താ പ്രശ്നം എന്നറിയാൻ എൻഡോസ്കോപ്പി നടത്തും അല്ലേ. പണ്ടൊക്കെ വലിയ കുഴലങ്ങോട്ട് തള്ളിക്കയറ്റിയിട്ടാണ് ചെയ്തുകൊടുക്കുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് പില്ലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജിയുണ്ട്. വലിയ കുഴലുണ്ടാക്കി തള്ളിക്കയറ്റാതെ ചെയ്ത പരിപാടിയാണ് പില്ലിയെ. അത് ആധുനികമായ എല്ലാ ആശുപത്രികളിലും വ്യാപകമായി വരികയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ ജൂതൻ്റെ സാധനമൊന്നും ഉണ്ടല്ലോ, എൻ്റെ അണ്ണാക്കിലേക്ക് 1.5 മീറ്റർ നീളമുള്ള കുഴൽ തന്നെ തള്ളിക്കോണം എന്ന് പറയണം. അല്ലെങ്കിൽ അപ്പോൾ ഡോക്ടർക്ക് അതൊക്കെ കാലഹരണപ്പെട്ടില്ലേ. അങ്ങനെ ജൂതം തന്നതുകൊണ്ട് എൻ്റെ അണ്ണാക്കി ഇല്ലെങ്കിൽ ഡോക്ടറുടെ കുഴലില്ലെങ്കിൽ ചെടി നനയ്ക്കുന്ന കുഴലെങ്കിലും എടുത്ത് കയറ്റിക്കോളാൻ പറയണം. പിന്നെ ഒരു രോഗമുണ്ട്, അതെനിക്ക് ആ രോഗത്തെക്കുറിച്ച് ഞാൻ അധികം കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടാത്ത ഒരുപാട് രോഗമുണ്ടല്ലോ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നാണ് രോഗത്തിൻ്റെ പേര്. അതിൻ്റെ മരുന്ന് കോപ്പാസോൺ. ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗം ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ലോകത്ത് ലഭ്യമായ ഏക മരുന്ന് കോപ്പാസോണാണ്. അതുകൊണ്ട് ഈ അസുഖം ബാധിച്ച ആർക്കെങ്കിലും ബാധിച്ചാൽ മരിക്കാൻ തീരുമാനിക്കുക. ജൂതൻ്റെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കണം. ജൂതനെ തോൽപ്പിക്കാനുള്ള എളുപ്പ വഴികളാണ്. വെറുതെ വെയിലും കൊണ്ട് ഒച്ചയും വെച്ച് ബഹളവും വെച്ച് ഈ ജാഥ നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ക്യാൻസർ മുഴകളുണ്ടല്ലോ, ക്യാൻസറിൻ്റെ മുഴകൾക്ക് ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട, കരിച്ചു കളയാന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടില്ലേ? ക്യാൻസർ മുഴയാണ്, കരിച്ചു കളഞ്ഞു. വലിയ കാര്യം, വലിയ ടെക്നോളജിയാണല്ലോ. ഇപ്പോൾ ജൂതം കണ്ടുപിടിച്ചതാ എക്സ് അബലേറ്റ് എന്ന് പറയുന്ന സംവിധാനം വഴിയാണ് ക്യാൻസറിൻ്റെ കോശങ്ങൾ ശസ്ത്രക്രിയ, പണ്ടൊക്കെ കീറിക്കളഞ്ഞാൽ പിന്നെയും വരും. അപ്പോഴാണത് കരിച്ചു കളയാമെന്ന് പുതിയ ടെക്നോളജി ജൂതം കണ്ടുപിടിച്ചത് എക്സ് അബലേറ്റ്. സമ്മതിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പഴയ വാട്സാപ്പ് കഥയിലേക്ക് വരാം. ഈ വാട്സാപ്പ് എന്ന് പറയുന്ന സാധനം ഈ സമരത്തിന് പോകുന്നവരൊക്കെ ആളെ വിളിച്ചു കൂട്ടിയത് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടാണ്. നമുക്ക് സമരത്തിന് പോകണം, ജൂതനെ തോൽപ്പിക്കാൻ വേണ്ടി സ്റ്റുഡിയോ മാർച്ച് നടത്താമെന്ന് പറഞ്ഞ് ആളുകളെ വിളിച്ചു കൂട്ടുന്നതും ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവരും വാട്സാപ്പ് സന്ദേശം അയക്കുന്നുണ്ട്. ഏതായാലും ഈ വാട്സാപ്പ് എന്ന് പറയുന്ന സാധനം വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ
VoIP എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വന്നതിന് ശേഷമാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വാട്സാപ്പ് ആണെങ്കിലും ടെലഗ്രാം ആണെങ്കിലും അത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടായത്. ഇത് കണ്ടുപിടിച്ചത് ജൂതനാണ്, ഇസ്രയേലാണ്. അപ്പം നിങ്ങൾ ഓരോ മെസ്സേജ് വാട്സാപ്പിൽ അയക്കുമ്പോഴും വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഓരോ മെസ്സേജ് വരുമ്പോഴും ജൂതന് കാശ് പോകുന്നുണ്ട്, ഇസ്രയേലിന് കാശ് പോകുന്നുണ്ട്. വിശ്വസിക്കുമോ? കാരണം കോപ്പിറൈറ്റ് ആരുടെയാ? ജൂതൻ്റെയാണ്, ഇസ്രയേലിയുടെയാ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്ക് വാട്സാപ്പിൽ നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, നമുക്കും ഒരു വാട്സാപ്പിൽ ഇങ്ങോട്ട് മെസ്സേജ് വരുന്നു, ജൂതന് കാശ് കിട്ടുന്നുണ്ടെന്നേ. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. എവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യും? വാട്സപ്പ് എവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്? വാട്സപ്പ് എവിടെയുള്ളത്? മൊബൈൽ. അപ്പോൾ പിന്നെ മൊബൈൽ എന്ത് ചെയ്യും? മൊബൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന മൈക്രോ പ്രോസസ്സറുകൾ കണ്ടുപിടിച്ചപ്പോഴാണ് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ടാക്കിയത്. അതും ജൂതിൻ്റെയാണ്. അപ്പോൾ ഏറ്റവും നല്ല മാർഗം അടുത്തുള്ള തോട്ടിലേക്കോ കായലിലേക്കോ പുഴയിലേക്കോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പും പോയി, ഫോൺ ജൂതന് കാശ്. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഒരു കാരണവശാലും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പാടില്ല, നശിപ്പിച്ചാണ്. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല, ജൂതൻ്റെയാണ്. നിങ്ങൾ ഓരോന്ന് വാങ്ങുമ്പോഴും അതിൻ്റെ ഏത് കമ്പനിയാണ്? ചൈനയുടെ ലെനോവ വാങ്ങാൻ തീരുമാനിക്കുക. ചൈന ഉണ്ടാക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കോപ്പിറൈറ്റ്, ബൗദ്ധിക സ്വത്തവകാശം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആരുടെയാണെന്നറിയോ? ജൂതൻ്റെയാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അനുസരിച്ച് നമ്മളൊരു കണ്ടുപിടുത്തം നടത്തിയാൽ, സിനു ഒരു കണ്ടുപിടുത്തം നടത്തി, ലോകത്താരും കണ്ടുപിടിക്കാത്തതാണ്. സിനു അതിന് ബൗദ്ധിക സ്വത്തവകാശം അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ ലോകത്ത് ഏത് കമ്പനി അതുണ്ടാക്കണമെങ്കിലും സിനുവിൻ്റെ പെർമിഷൻ വേണം. അവനുണ്ടാക്കുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആർക്ക് വരും? എൻ്റെ പേരിൽ വരും. അപ്പോൾ ഇത് ജൂതർ കാശ് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ വഴിയറിയാൻ പറ്റില്ല, എന്ത് ചെയ്യും? കാറ് പോവുകയാണ്, GPS എടുക്കും. ഗൂഗിൾ മാപ്പ് ഇടും അല്ലേ? അതെ. ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്തിൻ്റെ പഴയ പേരെന്താണെന്നറിയോ? വെയ്സ്, വഴികൾ. അതാരെന്തറിയോ? ഇസ്രയേൽ തുടങ്ങിയതാണ്, ഇസ്രയേൽ കണ്ടുപിടിച്ചതാണ്. പിന്നെ അതിന് ഗൂഗിൾ മാപ്പ് എന്ന് പേരിട്ടതാണ്. അപ്പോൾ വെയ്സ് ആണ് ഗൂഗിൾ മാപ്പ്. നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വഴിയിടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചല്ലേ വരുന്നത്? ഇസ്രയേലിന് കാശ് പോകുന്നുണ്ട്. മൊത്തം കളയണം, ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റയൊക്കെ കോപ്പി ചെയ്തുകൊണ്ട് പോകാണ്ട് പണ്ടൊക്കെ നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് CD-യിലൊക്കെ റൈറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പം അങ്ങനെയല്ലോ, USB ഡ്രൈവ് ആണ് അല്ലേ? പെൻ ഡ്രൈവ്. എല്ലാവരും അങ്ങനെയാണ് പെൻ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കരുത്. കണ്ടുപിടിച്ചത് ഇസ്രയേലാണ്. നിങ്ങൾ ഓരോ പെൻ ഡ്രൈവ് വാങ്ങുമ്പോഴും അതിൻ്റെ വിഹിതം ഇസ്രയേലിന് പോകുന്നുണ്ട്, ജൂതന് മാത്രമല്ല. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫയർവാൾ വേണം, VPN സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ജൂതൻ്റെയാണെന്നേ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലായല്ലോ. ഇനി പല വീടുകളിലും ഇപ്പം ഈ വെള്ളം ചൂടാക്കാൻ സോളാർ വാട്ടർ ഹീറ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത്യാവശ്യം കാശുള്ളവൻ്റെ വീട്ടിൽ മലപ്പുറത്തും കോഴിക്കോടൊക്കെ എന്ന മിക്കവാറും വീട്ടുകളുണ്ട്. ഇപ്പം തന്നെ എടുത്ത് ദൂരെ കളയണം. ഇസ്രയേൽ കണ്ടുപിടുത്തമാണ്, ഇസ്രയേലിൻ്റെ പാറ്റൻ്റാണ്. നിങ്ങൾ ഓരോന്ന് ഉപയോഗിക്കുമ്പോഴും അതിന് കാശ് ഇസ്രയേലിലേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ കാറിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ? ADAS എന്നൊക്കെ പറഞ്ഞ് സെൻസർ സർവീസുകളുണ്ട്. അത് കാറിൻ്റെ സെൻസറുകൾ. ഇത് കണ്ടുപിടിച്ചത് ജൂതനാണ്. ആധുനിക കാറുകൾ ഓടുന്നത് ജൂതൻ കണ്ടുപിടിച്ച സെൻസറുകളെ ആധാരമാക്കിയാണ്. അതുകൊണ്ട് കാർ ഉപയോഗിക്കുക, സെൻസറുകളില്ലാത്ത കാറുണ്ടോ ഇപ്പോൾ? ഇല്ല. അപ്പോൾ ഇന്നത്തെ കാറുകൾക്ക് സെൻസർ അധിഷ്ഠിതമായതുകൊണ്ട് കാർ യാത്ര ഉപയോഗിച്ച് നിങ്ങൾ അറേബ്യയിൽ നിന്ന് 3-4 ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ട് ഓരോ വീട്ടിലും ഒട്ടകം വന്നിട്ട് ഈ സുഡാപ്പി കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നു. ഉചിതമായിരിക്കും. നമുക്കൊരു പുതിയ യാത്രാ സംസ്കാരം സ്ഥാപിക്കുകയും ചെയ്യാം. ഇനി ഏറ്റവും അവസാനം ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പൈസയാണല്ലോ പ്രശ്നം, പണമാണ്. ജൂതന് പണം കിട്ടുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. അതായത് ഓട്ടോമേറ്റഡ് കിയോസ്കുകൾ കണ്ടുപിടിച്ചത് ആരാണെന്നറിയോ? ജൂതനാണ്. ഓട്ടോമേറ്റഡ് കിയോസ്കുകളാണ് ATM മെഷീൻ. ATM മെഷീൻ കണ്ടുപിടിച്ചത് ജൂതനാണ്. നിങ്ങൾ ഓരോ തവണ ATM-ൽ നിന്ന് കാശെടുക്കുമ്പോഴും ഒരു മൈക്രോ വിഹിതം ആർക്ക് പോകുന്നുണ്ട്? ഇസ്രയേലിന് പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ ബോംബ് മേടിക്കും, നിങ്ങളുടെ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലും. ഏതായാലും 2-2.5 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊരിഞ്ഞ യുദ്ധമാണ്. മനുഷ്യന് ജീവിക്കാൻ നിവർത്തിയില്ല, പട്ടിണിയാണ്, കൊടുത്ത ദാരിദ്ര്യം, കുടിവെള്ളം ഇല്ല. അങ്ങനെയൊക്കെയാണ് അവിടെ ഗാസയിലെ ജനങ്ങൾ ജീവിക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടെ, അതായത് 2 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട്, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 50,000 പേര് സ്ത്രീകൾ ഗാസയിൽ പൂർണ്ണ ഗർഭിണികളാണ്. 10 മാസത്തിനുള്ളിൽ ആ പ്രക്രിയ കൃത്യമായി നടക്കുന്നുണ്ട്.
അപ്പോൾ ദുരിതമാണേ. ഉം. അപ്പോൾ ഏതായാലും ജൂതനെ തോൽപ്പിക്കണം, ഇസ്രായേലിനെ പരാജയപ്പെടുത്തണം. അതിനുള്ള 12 വഴികളാണ്, 1 ഡസൻ വഴികളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഇന്നു മുതൽ അത് നടപ്പാക്കാനായിട്ട് പ്രിയപ്പെട്ട സുഡു സഹോദരങ്ങളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.